വീണ്ടും ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കാനുള്ള ഒരു സാധ്യതയാണ് പറയുന്നത്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്ന മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏതൊക്കെ തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് സംസ്ഥാനം മുഴുവൻ കൊടുത്തിട്ടുള്ളത്? നമുക്ക് മഴയുണ്ടാവും. കാലവർഷത്തിന്റെ അവസാന ലാപ്പിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 2 ദിവസവും കൂടി കഴിഞ്ഞാൽ കാലവർഷം ഔദ്യോഗികമായി പിൻവാങ്ങും എന്ന് നമുക്ക് പറയാം. പിന്നെ അടുത്തൊരു 4 ദിവസം കൂടി ഒറ്റപ്പെട്ട ശക്തമായ കേരളത്തിൽ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനത്തിൽ പറയുന്നത്. അതായത് ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി മാറുകയാണ്. അതിന്റെ സ്വാധീനത്താലാണ് മഴ പെയ്യുന്നത്. ബംഗാൾ ഉൾക്കടലിൽ അടുത്ത ദിവസം കൂടി മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടുമെന്നുള്ള പ്രവചനം. പക്ഷെ അത് നമ്മളെ കേരളത്തെ കാര്യമായി ബാധിക്കാൻ ഇടയില്ല. പക്ഷെ ഇപ്പോഴത്തെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താലാണ് മഴ. അത് ഈ വടക്ക് ദിശയിൽ നീങ്ങുന്നത് കൊണ്ടാണ് ഇന്നിപ്പോൾ മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമാണ് കൂടുതൽ മഴ മുന്നറിയിപ്പുള്ളത്. പ്രത്യേകിച്ച് തീരദേശവാസികളൊക്കെ ജാഗ്രത പാലിക്കണമെന്നുള്ള അറിയിപ്പുണ്ട്. ഈ മത്സ്യത്തൊഴിലാളികൾ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മത്സ്യബന്ധനത്തിനായി പോകരുത് എന്നുള്ള നിർദ്ദേശമാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. ഇന്നലെ ഇപ്പോൾ തിരുവനന്തപുരത്തെ കാര്യം, ഈ സമയമൊക്കെ ആണെങ്കിൽ നമ്മൾ പലയിടത്തും താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ മുട്ടറ്റം വെള്ളമായിരുന്നു. പക്ഷെ ഇതാ ഇപ്പോൾ നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ്. മഴ അല്പം മാറി നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ന് പ്രത്യേകിച്ച് അലർട്ടുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിലും മഴ സാധ്യത തിരുവനന്തപുരത്ത് കുറവാണ്.